ജൂനിയേഴ്സിൻ്റെ ഫ്രഷേഴ്സ് ഡേക്ക് മുമ്പ് ഒരു ഔട്ടിങ്ങിന് പോകുവാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സീനിയേഴ്സിനെയും കണ്ടു. അവർ പക്ഷേ ഹോസ്പിറ്റലിലോട്ടാണ് പോയിരുന്നത്. ഹോസ്റ്റലിൻ്റെ കുറച്ച് മുമ്പിൽ തന്നെ റെയിൽവേ ഗേറ്റാണ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അത് ക്ലോസ് ആയിരുന്നു. ട്രെയിൻ പോയ ഉടനെ തന്നെ ഗേറ്റ് തുറന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പോകാനുള്ള വണ്ടി കിട്ടിയേ. അപ്പം ഞങ്ങളിന്ന് ആന്ധ്രയിലെ സുഡിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ നാട്ടിലേക്കാളും ഭയങ്കര ചൂട് കൂടുതലാണ്. അങ്ങനെ ഞങ്ങളിതാ സുഡിയോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിന് ഒരു ചെരുപ്പ് വാങ്ങാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഒരു ചെരുപ്പ് പോലും കിട്ടിയില്ല കറക്റ്റ് സൈസിന്. അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ എല്ലാം കറങ്ങി കണ്ടേ. ഇവിടെ കോസ്മെറ്റിക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു മാളിലാണ് ഞങ്ങൾ പോയത്. ഇതിൻ്റെ അകത്ത് ട്രെൻഡ്സ്, മാക്സ് അങ്ങനെ എല്ലാ ഷോപ്സും ഉണ്ട്. ഞങ്ങളിങ്ങനെ ഈസി ബൈയിൽ കയറിയാണ് ചെരുപ്പ് വാങ്ങിയത്. അപ്പോൾ ബില്ല് ചെയ്യാൻ നിന്നപ്പോൾ മിന്നുവിനൊരു സ്പ്രേ ഇഷ്ടപ്പെട്ടു. അത് വാങ്ങാൻ പറ്റിയില്ല. അതൊരു സങ്കടമാണ് അവളുടെ മുഖത്ത്. പർച്ചേസ് ചെയ്ത് താഴെ വന്നപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫ്ലവേഴ്സ്, മാല, ചെയിനൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങി മാളിൻ്റെ തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് ഒരു ഐസ്ക്രീമും വാങ്ങി കഴിച്ച് ഞങ്ങൾ ഇനി തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ തിരിച്ചെത്തിയപ്പോഴേക്കും വീണ്ടും റെയിൽവേ ഗേറ്റ് അടച്ചു. പക്ഷേ ട്രെയിൻ വരുന്നതിന് മുൻപ് വേഗം ഞങ്ങൾ ഗേറ്റ് ക്രോസ് ചെയ്തു. ഔട്ടിംഗ് പെർമിഷൻ ടൈം കഴിയാറായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളിതാ മാളിലൊക്കെ പോയിട്ട് വരികയാണ്. ഒടുക്കത്തെ ചൂടാണ് ഇവിടെ, ഒരു രക്ഷയില്ലാതെ എല്ലാവരും കൊണ്ടിട്ട് ഇവിടെ ചൂട് കാരണം എല്ലാവരും ഞങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ ഫ്രഷേഴ്സ് ഡേ ആണ്. എന്താവുന്ന അറിയത്തില്ല. ഇപ്പോഴേ കരിഞ്ഞ് പോകഞ്ഞു. ഇനി അതുകൂടെ ആകുമ്പോഴത്തേനും അറിയൂല എന്താവുമെന്ന്. ബൈ.